കുറച്ചധികം നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ടെറാറിയം ഉണ്ടാക്കണമെന്ന്. ഈ ടെറാറിയത്തിന് പിന്നിലുള്ള സയൻസോ ടെറാറിയത്തിന്റെ ലോജിക്കോ ഒന്നും എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ജസ്റ്റ് ഒരു ബേസിക് ഐഡിയാസ് വെച്ചിട്ടാണ് ഞാൻ ടെറാറിയം ഉണ്ടാക്കാൻ പോകുന്നത്. ടെറാറിയത്തിനകത്ത് സർവൈവ് ചെയ്യുന്ന ചെടികൾക്ക് പ്രത്യേകതരം ചെടികളൊക്കെയാണ്. അതൊന്നും അല്ല ഞാൻ വെക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ കിട്ടിയ ചെടികൾ വെച്ചിട്ടാണ്. നമ്മുടെ വീടിനടുത്തുള്ള ജർമ്മൻ കാട്ടിൽ പോയിട്ടാണ് നമ്മൾ. ഇവിടെ ജർമ്മനിലെ കാടിന് വാൾഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വാൾഡിൽ കണ്ട അല്ലറ ചില്ലറ ചെടികൾ ഞാനും മോളും കൂടെ രാവിലെ പറിക്കാനായിട്ട് ഇറങ്ങി. അവിടെ തന്നെ നമുക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ചെടിയാണ് അതായത് നമ്മുടെ വാൾഡ് സ്ട്രോബെറി. അതായത് നമ്മുടെ സാധാരണ സ്ട്രോബെറീസ് പോലല്ല, കാട്ടിൽ വളരുന്ന ഒരു സ്ട്രോബെറിയാണ്. ഈ വൈൽഡ് സ്ട്രോബെറി ടെറാറിയത്തിൽ സ്യൂട്ട് ആവുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വളരെ ചെറിയ ഒരു നമ്മുടെ സാധാ സ്ട്രോബെറിയുടെ അതേ ഷേപ്പിൽ വളരെ ചെറിയ കായ്ക്കളുണ്ടാകുന്ന ഒരു സ്ട്രോബെറിയാണ് അത്. കയ്യിലുണ്ടായിരുന്ന ഒരു ചില്ലുകുപ്പി കഴുകി ടെറാറിയം റെഡിയാക്കാൻ വേണ്ടി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടെറാറിയത്തിൽ വെക്കാൻ വേണ്ടി എന്നാൽ എൻ്റെ വക ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവളൊരു ആനിമലിനെ തന്നു. പിന്നെ ടെറാറിയത്തിൽ എല്ലാവരും വെക്കുന്ന മെയിൻ ഒരു സംഭവം ഈ മോസസ് ആയിരുന്നു കേട്ടോ. അതെന്തായാലും ഇവിടെ എല്ലായിടത്തും അവൈലബിൾ ആണ്. സാധാരണ എല്ലാവരും ടെറാറിയം ഉണ്ടാക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ ആർട്ടിഫിഷ്യൽ മണ്ണും പിന്നെ ചാർക്കോളും അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലെ സാധാ മണ്ണ് വെച്ചിട്ടാണ്. സർവൈവ് ചെയ്യുമോ ഫ്ലോപ്പ് ആവോ ഒന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് ടെറാറിയം ഫുൾ ടൈം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. എൻ്റെ വഴികാട്ടിയായ ChatGPTയോടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിക്കാറ്. പുള്ളിക്കാരൻ പറഞ്ഞത് പലതരം ടെറാറിയം ഉണ്ട്, ഓപ്പൺ ചെയ്ത് വെക്കുന്നതും ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ടൈപ്പും ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചത് ലൈറ്റ് എപ്പോഴും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ഇരുട്ടുള്ള റൂമിലാണ് വെക്കുന്നതെങ്കിൽ മാത്രം ലൈറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അടുത്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ടെറാറിയത്തിൽ മഴ പെയ്യുന്നു എന്നൊക്കെ. അതെന്താ സംഭവം എനിക്ക് കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. ഞാനിപ്പോൾ ഈ ടെറാറിയം ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടൊക്കെ ചെടി ഇരിപ്പുണ്ട്, ഒന്നും വാടി പോയിട്ടില്ല. അവതിൽ മഴ പെയ്യുന്ന സങ്കല്പം നമ്മൾ അന്ന് സ്പ്രേ ചെയ്ത വെള്ളമില്ല, അതിങ്ങനെ നീരാവിയായിട്ട് അതിൻ്റെ കുപ്പിയുടെ സൈഡിലും മേളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് അത് പിന്നെ താഴേക്ക് വീഴുമ്പോൾ വീണ്ടും മണ്ണ് നനഞ്ഞു വരും. അങ്ങനെ ഒരു സൈക്കിളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി സങ്കല്പമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. വെറുതെ കിട്ടുന്ന സമയം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാവുന്നൊരു സംഭവമാണ്.